ITR-മായി ബന്ധപ്പെട്ട രണ്ട് തെറ്റായ ധാരണകൾ. ഒന്ന്, ഒരിക്കൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളത്. ശരിക്കും അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ ഏതൊക്കെ വർഷങ്ങളിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യൽ നിർബന്ധമാകുന്നത് ആ വർഷങ്ങളിൽ മാത്രം ITR ഫയൽ ചെയ്താൽ മതി. ചില ആളുകൾ സംശയം അവരുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുമ്പോൾ പലരും തെറ്റായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ ഒരിക്കലും ഇൻകം ടാക്സ് ഫയൽ ചെയ്യരുത്, ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ITR ഫയൽ ചെയ്യുന്നുണ്ടാവും. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. പേഴ്സണലി എനിക്ക് അറിയുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ തെറ്റായതാണ് ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടാണ്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാർ ഏതെങ്കിലും ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം തന്നാൽ മതിയോ എന്നുള്ളത്. ശരിക്കും നിങ്ങളുടെ ഒരു വർഷത്തെ വാർഷിക വരവ് ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻകത്തിന്റെ മേലോ, ഉദാഹരണം സാലറി വാങ്ങുന്ന ചില ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രവണത, അവരുടെ സാലറി ഇൻഫർമേഷൻ മാത്രം ഇൻകം ടാക്സിന് ഫയൽ ചെയ്യും, അല്ലാതെ ബാങ്കിൽ വന്ന ബാക്കി റവന്യൂ ഒന്നും അവർ അക്കൗണ്ട് ചെയ്യാറില്ല. അതുപോലെ ചെയ്യരുത്. ശരിക്കും നിങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഇൻഫർമേഷനും എടുത്ത് അതിൽ വരുന്ന ഇൻകം എല്ലാം അക്കൗണ്ട് ചെയ്ത് വേണം നിങ്ങളുടെ ITR ഫയൽ ചെയ്യേണ്ടത്. കൂടുതൽ വീഡിയോകൾക്കായി പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. ഈ ഇൻഫർമേഷൻ ആവശ്യമായ നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുക.